ടെൻഡർ നടപടിക്ക് മുൻപ് തന്നെ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചുകൊണ്ട് പരസ്യം നൽകിയ കമ്പനിക്കാണ് ഇന്ന് കോഴിക്കോട് ചേർന്ന സൈബർ പാർക്ക് ഡയറക്ടർ ബോർഡ് യോഗം അംഗീകാരം നൽകിയത്. 6 കമ്പനികളാണ് ഈ ടെൻഡർ രംഗത്തുണ്ടായിരുന്നത്. ഇതിൽ നിന്ന് 3 കമ്പനികളാണ് അവസാന ഘട്ടത്തിലെത്തിയത്. കൊച്ചിയിലുള്ള ചെറിയാൻ വർക്കി കൺസ്ട്രക്ഷൻ കമ്പനിയെ തെരഞ്ഞെടുത്തത് ഇതിൽ നിന്നാണ്. ഈ കമ്പനിയുടെ ടെൻഡർ അംഗീകരിക്കുന്നതിന് മുൻപേ തന്നെ പ്രൊജക്ട് മാനേജർ ഉൾപ്പെടെയുള്ള തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരുന്നു. ഇതിൽ തെറ്റില്ലെന്ന് IT പ്രിൻസിപ്പൽ സെക്രട്ടറി PH കുര്യൻ പറഞ്ഞു. അയാൾ പരസ്യം കൊടുത്തു എന്നുകൊണ്ട് ഞങ്ങൾക്ക് അയാൾക്ക് കൊടുക്കാൻ പറ്റില്ല. നമ്മളുടെ പ്രൊസീജിയർ അനുസരിച്ചാണ് അദ്ദേഹത്തിന് ഇത് കൊടുക്കാൻ ഇന്ന് ബോർഡ് തീരുമാനിച്ചത്. അതിൻ്റെ എല്ലാ പ്രൊസീജിയറും പരിശോധിച്ചാണല്ലോ സാധാരണ ബോർഡ് തീരുമാനം. ബോർഡിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പരിശോധിച്ചതിന് ശേഷം അയാൾക്ക് കൊടുക്കുന്നതിന് നമുക്ക് നിയമപരമായിട്ടൊരു പ്രശ്നമില്ല എന്ന് കണ്ടുകൊണ്ടാണ് ബോർഡിന് കൊടുത്തത്. 2010-ൽ തറക്കല്ലിട്ട സൈബർ പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെ തുടങ്ങാനായിട്ടില്ല. പ്രവർത്തനത്തിൽ കാലതാമസമുണ്ടായിട്ടുണ്ടെന്നും PH കുര്യൻ പറഞ്ഞു. 44.19 കോടി രൂപ ചെലവിൽ 1.5 വർഷം കൊണ്ടാണ് IT കെട്ടിടത്തിന്റെ പണി പൂർത്തിയാക്കേണ്ടത്.